വളരെ നാൾ കേടുകൂടാതെ നിലനിൽക്കുന്ന പൂക്കൾ കൊണ്ട് ഭക്ഷ്യയോഗ്യമായ സസ്യമാണ് അമരാന്തേസി കുടുംബത്തിൽപ്പെട്ട ഗ്ലോബ് അമരന്ത് എന്നറിയപ്പെടുന്ന ഗോംഫ്രന ഗ്ലോബോസ. അതായത് നമ്മുടെ നാട്ടിലെ വാടാമുല്ലച്ചെടി. വാടാമുല്ലച്ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മധ്യ അമേരിക്കൻ തദ്ദേശവാസിയും ഇപ്പോൾ ലോകമെങ്ങും അലങ്കാര ചെടിയായും നട്ടുവളർത്തുന്ന ചെടിയാണ് വാടാമല്ലി. രക്തമല്ലിക, വാടാമുല്ല, വാടാമല്ലി തുടങ്ങി പ്രാദേശികമായി പല പേരിൽ അറിയപ്പെടുന്ന ഈ ചെടി ബ്രസീൽ, പനാമ, ബോട്ടിമല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ജന്മമെടുത്തത്. എന്നാൽ ഇപ്പോൾ ഇത് ആഗോളതലത്തിൽ എല്ലാ പ്രദേശത്തും കണ്ടുവരുന്നു. തമിഴ്നാട്ടിൽ തോവാളയിലും ചൈനയിലും മധ്യമേഖല അമേരിക്കയിലും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ ടിസാനുകളായി വിൽക്കുകയും പൂവിടുന്ന ചായയിൽ ഒരു ജനപ്രിയ ഘടകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഉഷ്ണമേഖലാ വാർഷിക സസ്യം എന്ന നിലയിൽ വേനൽക്കാലത്തും ശരത്കാലത്തിന്റെ തുടക്കത്തിലും ഇത് തുടർച്ചയായി പൂക്കുന്നു. ചിത്രശലഭങ്ങൾ, തേനീച്ചകൾ, മറ്റു പ്രാണികൾ എന്നിവയാൽ പരാഗണം നടക്കുന്ന ഒരു ചെടിയാണിത്. പരാഗണകാരികളുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ചെടിയുടെ പ്രത്യുൽപാദനത്തിൽ പുഷ്പസ്ഥിരങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് പ്രാദേശിക ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു പ്രയോജനപ്രദമായ സസ്യമാണ്. ഈ പൂക്കൾക്ക് പല പ്രദേശങ്ങളിലും ധാരാളം സാംസ്കാരിക പ്രാധാന്യങ്ങളുമുണ്ട്. വിവിധ പാരമ്പര്യങ്ങളിൽ ഉത്സവങ്ങൾ, വിവാഹങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്നിവയിൽ അലങ്കാര ആവശ്യങ്ങൾക്കായി ഇത് പലപ്പോഴും പുഷ്പമാലകൾ, റീത്തുകൾ, പൂച്ചെണ്ടുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. അതിലെല്ലാം ഉപരി പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിലും ഇതിന് വളരെ വലിയ സ്ഥാനമുണ്ട്. തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ അത് വിശദമായി പറയാം. വളരെ കുറച്ച് പരിപാലനം മാത്രം ആവശ്യമുള്ള, എളുപ്പം വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് വാടാമുല്ല. ചൂട്, വരൾച്ച, മോശം മണ്ണിന്റെ അവസ്ഥ എന്നിവയോടൊക്കെ ഇത് സഹിഷ്ണുത കാണിക്കുന്നു. ഇത് തുടക്കക്കാരായ തോട്ടക്കാർക്കും കുറഞ്ഞ പരിപാലന പ്രകൃതി ദൃശ്യങ്ങൾക്കും അനുയോജ്യമാണ്. 30 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വാർഷിക കുറ്റിച്ചെടിയാണിത്. തിളങ്ങുന്ന നിറത്തിൽ ബട്ടണുകളോട് സാമ്യമുള്ള ചെറിയ ഗോളാകൃതിയിൽ പുഷ്പതലകളുടെ ഇടതൂർന്ന ക്ലസ്റ്ററുകളിലാണ് ഇതിന്റെ പൂക്കൾ കാണപ്പെടുന്നത്. ഇതിന്റെ പൂക്കൾക്ക് ദ്രുമനൂൽ, പിങ്ക്, വെള്ള, ചുമപ്പ് എന്നിങ്ങനെ വിവിധ നിറങ്ങളുണ്ട്. ഈ ചെടി കുന്താകൃതിയിലോ അണ്ഡാകാരത്തിലോ ഉള്ള ഇലകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ തണ്ടുകളിൽ ഒന്നിടവിട്ട് കാണപ്പെടുന്നു. ഈ ഇലകൾക്ക് അല്പം അവ്യക്തമായ ഘടനയുണ്ട്. പച്ച മുതൽ ചാര പച്ച നിറത്തിൽ വരെ ഇവ കാണപ്പെടുന്നു. വസന്തകാലത്തിന്റെ അവസാനം മുതൽ ശരത്കാലം വരെ വളരുന്ന സീസണിലുടനീളം ഇതിൽ ധാരാളമായി പൂക്കൾ ഉണ്ടാകുന്നു. വൃത്താകൃതിയിൽ കൂട്ടത്തിൽ ഇടതൂർന്ന് ട്യൂബുലാർ ആകൃതിയിൽ കാണുന്ന ഈ പൂക്കൾ ഉണങ്ങിയ ശേഷവും അവയുടെ ആകൃതിയും നിറവും നിലനിർത്തുന്ന കഴിവിന് വളരെ പേരുകേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഉണങ്ങിയ പുഷ്പ ക്രമീകരണങ്ങൾക്കും കരകൗശല വസ്തു നിർമ്മാണത്തിനും ഇത് വളരെ ജനപ്രിയമാണ്. പൂന്തോട്ട അതിർത്തികൾ, ബെഡുകൾ, പ്ലോട്ടുകൾ, പുഷ്പ ക്രമീകരണങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് അനുയോജ്യമാണ്. ഈ ചെടി നല്ല വെയിലിലും നന്നായി വരണ്ട മണ്ണിലും വളരും. ന്യൂട്രൽ മണ്ണിനേക്കാൾ അല്പം അസിഡിറ്റിയുള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. അതായത് 6 മുതൽ 7 വരെയുള്ള pH ലെവൽ. ഈ pH ശ്രേണി ചെടിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും അനുയോജ്യമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. അധികം പരിചരണം ആവശ്യമില്ലാത്ത ചെടിയാണെങ്കിലും ആരോഗ്യകരമായ വളർച്ചയ്ക്കും സമൃദ്ധമായ പൂക്കൾക്കും ഇതിന് പതിവായി വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്. നടുന്നതിന് മുമ്പ് മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിന് കമ്പോസ്റ്റോ അല്ലെങ്കിൽ നന്നായി ചീഞ്ഞ ചാണകം പോലുള്ള ജൈവവസ്തുക്കളോ മണ്ണിൽ മിക്സ് ചെയ്യുക. ഇത് ഇതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു. 10ന്റെയോ 20ന്റെയോ തുല്യ അനുപാതത്തിലുള്ള NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഫോർമുലേഷൻ തിരഞ്ഞെടുക്കുക. ചെടിയുടെ വളർച്ചയെയും പൂക്കളുടെ ഉൽപാദനത്തെയും പിന്തുണയ്ക്കുന്നതിന് ഇത് മൊത്തത്തിലുള്ള പോഷക ബാലൻസ് നൽകും. ഈ ചെടി സജീവമായി വളരുമ്പോൾ വളം നൽകുക. ഇത് സാധാരണയായി മഞ്ഞുകാലത്തിന്റെ അവസാനമോ വസന്തകാലത്തിന്റെ തുടക്കത്തിലോ നൽകുക. ആവശ്യമെങ്കിൽ വീണ്ടും മധ്യവേനൽക്കാലത്ത് ഒരു പ്രാവശ്യം കൂടി വളം നൽകാം. വളരുന്ന സീസണിന്റെ അവസാനത്തിൽ വളപ്രയോഗം ഒഴിവാക്കുക. വളം പ്രയോഗിക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ തുല്യമായി നൽകുക. ഇലയും തണ്ടുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. കണ്ടെയ്നറുകളിലോ ചട്ടിയിലോ വളർത്തുകയാണെങ്കിൽ വളരുന്ന സീസണിൽ ഓരോ 4-6 ആഴ്ചയിൽ വളം നൽകുക. പൂന്തോട്ടത്തിൽ വളരുന്ന ചെടിക്ക് മുൻപ് പറഞ്ഞതുപോലെ വസന്തകാലത്ത് ഒരു പ്രാവശ്യം വളം നൽകിയാൽ മതിയാകും. ചെടിയുടെ വളർച്ച മന്ദഗതിയിലോ പോഷകക്കുറവ് കാണിക്കുകയാണെങ്കിലോ 2ാമത്തെ ഡോസ് നൽകാം. വളപ്രയോഗത്തിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. ഇത് മണ്ണിലേക്കും റൂട്ട് സോണിലേക്കും പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കും. പോഷകങ്ങൾ സ്വീകരിക്കുന്നതിനും ചെടിയുടെ ആരോഗ്യത്തിനും ആവശ്യത്തിന് ഈർപ്പം അത്യാവശ്യമാണ്. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവ പദാർത്ഥങ്ങളോ ഉപയോഗിക്കാം. വാടാമുല്ല ചെടിയെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ഇവയാണ്: മുഞ്ഞ, ചിലന്തിക്കാശ്, വെള്ളീച്ച, വേഷമഞ്ഞ്, റൂട്ട് ചീയൽ,
ഇലപ്പുള്ളി, ബ്രോട്രൈറ്റിസ് ബ്രൈറ്റ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സ്ആപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പല പരമ്പരാഗത ആചാരങ്ങളിലും മതപരമായ ചടങ്ങുകളിലും ഇതിന്റെ പുഷ്പം ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഉണങ്ങിയതിനു ശേഷം ഇതിന്റെ ആകൃതിയും നിറവും മാറാത്തതിനാൽ ഹവായിൽ ദീർഘകാലം നിലനിൽക്കുന്ന ലീ എന്നറിയപ്പെടുന്ന മാലയിലോ റീത്തിലോ ഒരു അവിഭാജ്യ ഘടകമാണ്. നേപ്പാളിൽ ഈ പുഷ്പം സാധാരണയായി അക്കമാലി ഫൂൽ എന്നറിയപ്പെടുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഉത്സവമായ തിഹാർ ഉത്സവത്തിന്റെ അവസാന ദിനമായ ഫായിറ്റിക്കയിൽ മാലയുണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അത് സംരക്ഷണത്തിന്റെ പ്രതീകമായി സഹോദരന്റെ കഴുത്തിൽ മാലയായി ചാർത്തി കൊടുക്കുന്നു. ഈ പുഷ്പത്തിന്റെ ദീർഘകാലം നിലനിൽക്കുന്ന സവിശേഷ സ്വഭാവം സഹോദരന്റെ ദീർഘായുസിനെ പ്രതീകപ്പെടുത്തുന്നു. 1855 ജംഗ് ബഹാദൂർ റാണ ബ്രിട്ടനിലേക്ക് അയച്ച സമ്മാനത്തിൽ ഈ പുഷ്പവും ഉണ്ടായിരുന്നു. സംസ്കൃതത്തിൽ രക്തമല്ലിക എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഭക്ഷ്യയോഗ്യമായ ഈ സസ്യം ഔഷധമായി ഉപയോഗിക്കുന്നു. ഈ പൂക്കൾ ബീറ്റാ സയാനിനുകളാൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യ വ്യവസായം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കന്നുകാലി തീറ്റ എന്നിവയിൽ അഡിക്റ്റീവുകളും സപ്ലിമെന്റുകളായും വിപുലമായ ഉപയോഗങ്ങളുണ്ട്. ഇതിന്റെ ബീറ്റാ സയാനിനുകൾ പ്രകൃതിദത്ത ഭക്ഷണ ചായയായി ഉപയോഗിക്കാൻ നല്ലതാണ്. ഉണങ്ങിയ വാടാമല്ലി പൂക്കൾക്ക് അതുല്യമായ സുഗന്ധമുണ്ട്. നിരവധി ആരോഗ്യ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇതിന്റെ പൂക്കൾ ചായ കഷായങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നു. കൂടാതെ ഇതിന്റെ പൂക്കൾ വാണിജ്യാടിസ്ഥാനത്തിൽ ടിസാനുകളായി വിൽക്കുകയും ചെയ്യുന്നു. പൂ കൊണ്ടുണ്ടാക്കുന്ന ചായ ഒരു ജനപ്രിയ ഘടകമാണ്. ഇവ സാധാരണ ഫ്ലവറിംഗ് ടീ എന്നറിയപ്പെടുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജൈവശാസ്ത്രപരമായി സജീവമായ സംയുക്തങ്ങൾ അടങ്ങിയ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നു. ദൈനംദിന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്ന ഈ ഉൽപ്പന്നങ്ങൾ പല ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിനും ചികിത്സിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കും. ഇതിന്റെ പൂങ്കുലകൾ ബീറ്റാ ലൈനുകൾ ഉൾപ്പെടെ നിരവധി ആന്റി ഓക്സിഡന്റുകളുടെ വലിയ ഉറവിടമാണ്. ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചിങ്ങിൽ പങ്കെടുക്കുന്ന ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പുകളുടെ ഉയർന്ന കണ്ടന്റ് കാരണം ഈ സംയുക്തങ്ങൾ നിരവധി ആരോഗ്യ പ്രോപ്പർട്ടികൾ പ്രകടിപ്പിക്കുന്നതായി തെളിയിച്ചിട്ടുണ്ട്. അതിൽ ആന്റി ഹെമറേജ്, ആന്റി മൈക്രോബയൽ, ആന്റി ഇൻഫ്ലമേറ്ററി പ്രവർത്തനം, വേദന സംഹാരിയായ ഇഫക്റ്റുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത സസ്യ പിഗ്മെന്റുകൾ ഹൈഡ്രോക്സി സിനാമിക് ആസിഡ് ഡെറിവേറ്റുകളാൽ അസലേറ്റ് ചെയ്ത ബീറ്റാ സയാനുകൾ ഉയർന്ന അളവിൽ ഈ പൂക്കളിലുണ്ട്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ശരീരവേദന, മലേറിയ, ബാക്ടീരിയ അണുബാധ, മഞ്ഞപ്പിത്തം, മൂത്രാശയ പ്രശ്നം, ഉയർന്ന കൊളസ്ട്രോൾ, ചുമ, പനി, വയറിളക്കം, കരൾ തകരാറുകൾ, വൃക്ക തകരാറുകൾ, ശരീരം തണുപ്പിക്കൽ എന്നിവയ്ക്കൊക്കെ ഈ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രധാനമായി ഉപയോഗിച്ചു വരുന്നു. കർണാടകയിലുള്ള ഭാരതി കോളേജ് ഓഫ് ഫാർമസിയിലെ ഫാർമക്കോളജി വിഭാഗം ഈ ചെടിയുടെ പോഷക ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. ഫ്ലവനോയിഡുകൾ, ഫൈറ്റോസ്റ്റെറോളുകൾ, ഫിനോളിക്സ്, ബെറ്റായാസിൻ, ടെർപ്പനോയിഡുകൾ എന്നിവയാണ് ഇതിലെ ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂട്ടുകളായി അവർ കണ്ടെത്തിയത്. ആയുർവേദത്തിൽ ഇത് പ്രകൃതിദത്തമായ വിഷാംശമില്ലാതാക്കാനുള്ള ഒരു ഔഷധമായി കണക്കാക്കുന്നു. വിഷവസ്തുക്കളിൽ നിന്നും മാലിന്യത്തിൽ നിന്നും ശരീരത്തെ ശുദ്ധീകരിക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ക്ഷേമത്തെയും ഇത് പിന്തുണയ്ക്കും. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഔഷധമായും ആയുർവേദം ഉപയോഗിക്കുന്നു. മനസ്സിനെ ശാന്തമാക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും വിശ്രമം പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിച്ചേക്കാം. ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മാരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നും ആയുർവേദം പറയുന്നു. ഇത് പ്രകോപിതമായ ചർമ്മത്തെ ശമിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും ആരോഗ്യകരമായ നിറം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനും ശരീരത്തെ സഹായിക്കുന്ന സംയുക്തങ്ങൾ ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട്. അത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ആയുർവേദത്തിൽ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ഒഴിവാക്കുന്നതിനും ദഹന സഹായിയായും ഇത് ഉപയോഗിക്കുന്നു. ദഹനരസങ്ങളുടെയും എൻസൈമുകളുടെയും ശ്രവണം ഉത്തേജിപ്പിക്കാനും അതുവഴി ദഹനം മെച്ചപ്പെടുത്താനും പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും ഇത് സഹായിക്കും. ശരീരത്തിന്റെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ ഇതിനുണ്ട്. സന്ധിവാതം, ചർമ്മത്തിലെ വീക്കം തുടങ്ങിയ കോശജ്വലന അവസ്ഥകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ലഘൂകരിക്കാനും ചികിത്സിക്കാനും ഇത് ഉപയോഗിക്കാം. ഇത് രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് നിയന്ത്രിക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിച്ചേക്കാം. ആയുർവേദത്തിൽ ഇത് ഒരു ചായ, കഷായം അല്ലെങ്കിൽ ഹെർബൽ സപ്ലിമെന്റ് ആയി ആന്തരികമായി കഴിക്കാം, അല്ലെങ്കിൽ ത്വക്കിൽ പുരട്ടുകയോ ചെയ്യാം. എന്നിരുന്നാലും ഔഷധ ആവശ്യങ്ങൾക്കായി ഇതോ മറ്റേതെങ്കിലും ഔഷധ സസ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ ഒരു ആയുർവേദ പ്രാക്ടീഷണറുമായി കൂടിയാലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലോ. ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും കോശങ്ങളുടെ ഓക്സിഡേറ്റീവ് കേടുപാടുകൾ തടയാനും സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ഈ ചെടി. ഇതിൽ നിന്നും നിർമ്മിക്കുന്ന ഔഷധങ്ങൾ പതിവായി കഴിക്കുന്നത് വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും മൊത്തത്തിലെ ആരോഗ്യം സംരക്ഷിക്കുന്നു.
മുൻപ് പറഞ്ഞതുപോലെ കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റുകൾ ഉണ്ടെന്ന് ആയുർവേദവും പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. വാടാമുല്ല ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.